ഇവിടെ കൂടെ ഒന്ന് പരിശോധിക്കണം. എന്റെ വീട്ടിലോ? അവൻ എന്റെ ശത്രുവോ സാറേ? ശത്രു ആണെങ്കിലും സെർച്ച് ചെയ്തേ പറ്റൂ. ആയിക്കോട്ടെ, എവിടെ കൂടെ നോക്കി. ആ കൊച്ചിനും അറിയാം. അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂർ 2 ആയില്ലടോ. പരിസരം വീടിനകമൊക്കെ തപ്പി നോക്കിയോ? ചെയ്തു സാർ. എന്നിട്ട് ഒന്നും കിട്ടിയില്ല. കിട്ടും. ഇത് മതി. 1 മീറ്റർ ചുറ്റളവിൽ കണ്ടെത്തും. വെള്ളത്തിനടിയിലായിരുന്നു. നോ സിഗ്നൽ സാർ. ഇല്ല. ഹലോ ഹലോ, എന്താ ഇവിടെ കലാപരിപാടി? ആരാ? എന്താ ഇവിടെ? ഞാനിവിടെ 7-ാം വാർഡിലെ മെമ്പറാ. മാലിനി എന്നാ പേര്. അതിന് അത്യാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഉച്ചത്തി പറഞ്ഞ അങ്ങ് തിരുവനന്തപുരത്തിരിക്കുന്ന മന്ത്രിമാര് ചിലരെങ്കിലും ചോദിക്കും, എന്തുണ്ട് മാലിനി, നാട്ടിൽ വിശേഷം, അവിടെ മഴയൊക്കെ ഉണ്ടോ? അത്യാവശ്യം ചില ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടേ. ചില സംശയങ്ങളുടെ പേരിൽ ഒരു സെർച്ച്, അത്രേ ഉള്ളൂ. എന്ത് സംശയം? അത് കോൺഫിഡൻഷ്യലാ. എന്ത് കോൺഫിഡൻഷ്യൽ? കോൺഫിഡൻഷ്യൽ ആണെന്ന്. ആയിക്കോട്ടെ. മെമ്പറേ, രാവിലെ മുതൽ റെയ്ഡെന്ന് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ഇവിടെ ഉള്ളവരെല്ലാം പേടിച്ച് വിറച്ചിരിക്കുക. മെമ്പർ ഒന്ന് ചോദിച്ചേ. അതെ സാറേ, ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ വെറും അങ്ങ് പഞ്ചായത്തല്ല, ഈ പഞ്ചായത്തിലെ ഫസ്റ്റ് സിറ്റിസൺ ആണ്. ഓഹോ, എന്താ പ്രശ്നം? റെയ്ഡ് കുട്ടികൃഷ്ണന്റെ ഇതൊരു നാട്ടുപുറമാണെന്ന് കരുതി അങ്ങനെ എന്തും ചെയ്യാമെന്ന് കരുതണ്ട. ഇതേ സ്ഥലം വേറെയാ, മുടിയൂര്. ഓഹോ, ഈ റെയ്ഡ് എപ്പം തീരും? അത് പറയാൻ പറ്റില്ല. ഓ, ഞങ്ങൾ ഈ നാട്ടുംപുറത്തുകാർക്ക് ഈ റെയ്ഡൊക്കെ കാണുന്ന ഇച്ചിരി സന്തോഷമുള്ള കാര്യമാണ്. സാറ് നടത്തിക്കോ സാറിന്റെ ജോലി. ഞങ്ങളിവിടെ തന്നെ കാണും. അതാ, റെയ്ഡ് തടസ്സപ്പെടുത്തിയാല് അറസ്റ്റ് ചെയ്യേണ്ടി വരും, ആരൊക്കെ ആയാലും. നടക്കട്ടെ. സാറിന്റെ ഡ്യൂട്ടി നടക്കട്ടെ സാറേ. നമുക്കിവിടെ റെയ്ഡ് കാണാം മക്കളെ. പൊളിക്കടോ സെപ്റ്റി ടാങ്ക്. ഇതാണോ സാറേ സാറിന്റെ ഡ്യൂട്ടി? ടാങ്ക് പൊളിക്കല്. ആകെ മാറി. അടയ്ക്കണോ അത്? അപ്പൊ സാറേ, 2 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ തീരുമാനമായില്ലേ? നിന്നെയും പൊക്കൂടാ. വീട് മുഴുവൻ സ്കാൻ ചെയ്തു, പരിസരം നന്നായി സെർച്ച് ചെയ്തു. സോറി സാർ, ഇവിടെ എങ്ങും ഇല്ല. എന്തായി? സാധനം ഇവിടെ തന്നെ ഉണ്ട്. അതെ, പക്ഷെ എവിടെ? വാ, നമുക്ക് പോവാം. വേറെ വഴി നോക്കാം. തൽക്കാലം ഇവിടെ നിൽക്കണ്ട. ഇവിടുന്ന് മാറിയ അത് പോവും. എന്റെ 5 കോടിയാണ്. വിടില്ല ഞാൻ. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, പണി കിട്ടും. ഈ 10ാം ക്ലാസ്സുകാരൻ വിഡ്ഢിയാക്കില്ല എന്നെ. വിടില്ല ഞാനിവനെ. ആള് കൂടുന്നു. എന്റെ മുമ്പിൽ പോടാ. എല്ലാരും വരൂ. വരുന്നുണ്ട് മെമ്പറേ. എവിടെ പോന്നു സാറേ? അതെ, അങ്ങനെ പോയാലോ സാറേ? സാർ എവിടെ പോന്ന്? അല്ല, ഇവിടുന്നൊന്നും കിട്ടിയില്ലെന്ന് എഴുതി തന്നിട്ട് പോയാ മതി. എല്ലാത്തിനും നമുക്ക് രേഖ വേണം അല്ലേ മെമ്പറേ? റെയ്ഡ് തീർന്നിട്ടില്ല. ഓ, അത് പറയാൻ താനാരുവാ? എന്നെ തന്നെ. ഇതെന്തോ പഞ്ചവത്സര പദ്ധതിയോ? റെയ്ഡ് തീർന്നിട്ടില്ല പോലും. അതെന്ത് ന്യായം? എഴുതി തന്നിട്ട് തന്നെ പോയാ മതി. അതാ. അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല സാറന്മാരെ. മെമ്പറെ, പേപ്പർ ഉണ്ടോ? പേപ്പറൊക്കെ ഞാൻ തരാം. പേന ഇട് മക്കളെ. സാറ് എഴുതട്ടെ. സാറേ, ഇതിൽ എഴുതിക്കോ? പോയാ മതി. എഴുതി കൊടുത്തേരെ. എഴുതി വാങ്ങിയത് സാറേ. മുടിയൂർ കോണങ്കാരെടുത്ത കളി കുറെ ഞങ്ങള് കണ്ടതാ. എന്റെ വാർഡിൽ ഒരു വിളച്ചിലും നടക്കത്തില്ല ഇവിടെ. വാ, പാവങ്ങള്.
മാറിക്കോട്ടെ, ഓ, സാറേ, ചെല്ല്, ചെല്ല്, ചെല്ല്. വോട്ട് വോട്ട്. മോളെ നന്നായി ശ്രദ്ധിക്കണം. കുഞ്ഞ് കണ്ടിരുന്നു. അതെ, അതിലേ ഉള്ളു എനിക്കൊരു പേടി. കുഞ്ഞല്ലേ. അച്ഛൻ വിഷമിക്കണ്ട, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. മിടുക്കി. പക്ഷെ അവര് വെറുതെ ഇരിക്കില്ല, തിരിച്ചു വരും. പുതിയ ഏതെങ്കിലും വഴിയായിട്ടായിരിക്കും വരാൻ പോണത്. നമ്മൾ എന്ത് ചെയ്യും? 1 2 അല്ല, 5 കോടിയാ. വെറുതെ കളയോ അവര്. നമ്മളെ സഹായിക്കാൻ ആരും കാണില്ലേ? ആരും കാണില്ല. കാരണം അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം അറിഞ്ഞാ അത് പോലീസിൽ ഏൽപ്പിക്കാൻ എല്ലാരും പറയുമല്ലേ? അത് പറ്റില്ല. എനിക്ക് വേണം. എനിക്ക് തന്നെ വേണം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തും. പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതിപാതാളിൽ നടത്തും. മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കണ്ട് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണിക്കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. പറ്റില്ലടോ, വിളിക്കാം. അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല. 5 കോടിയാണ്. അവൻ എന്നെ പൊട്ടനാക്കി കളിക്കുകയാണ്. താനൊരു കളം മാറ്റുമ്പോൾ അതിന് മുന്നേ അവൻ ചിന്തിച്ച് അടുത്ത കളം മാറ്റുന്നു. തനിക്ക് മുന്നേടോ രാമനാഥ അവൻ്റെ എല്ലാവിധ മൂവ്മെൻറ്റ്സും. പ്രശ്നം അതല്ല, നമുക്കിങ്ങനെ തുടരാൻ പറ്റില്ല. അവനും നിയമം അറിയാവുന്നവനാണ്. എന്ത് ഫ്രോഡ് പണി കാണിച്ചിട്ടായാലും ഞാനത് റിക്കവർ ചെയ്തിരിക്കും. അവനത് പുറത്തെടുക്കാതിരിക്കാനാവില്ല. എൻ്റെ പിള്ളേരവിടെ ഉണ്ട് സ്പൈ ആയിട്ട്. അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ വിളിക്കുന്നു, അതൊക്കെ എനിക്ക് അപ്പ കിട്ടും. അവിടെ ആള് വരരുത്, വരാതിരിക്കാൻ നോക്കണം. എന്താ സാർ? പുറത്ത് പോലീസുണ്ട്. കൂടാതെ തൻ്റെ ഒരു ശ്രദ്ധ കൂടി വേണം. ശ്രദ്ധിക്കൂ സാർ. ആരും അകത്ത് കയറാതെ നോക്കണം. പിന്നെ ഞാൻ പറയുന്ന പോലെ ഒരു പരാതി എഴുതി എനിക്ക് ഇപ്പൊ തന്നെ മെയിൽ ചെയ്യണം. ഇന്ന് രാത്രി തന്നെ വേണം. ശരി സാർ. ഒരു തവണ കൂടി നമുക്ക് നോക്കാം. ഈ രാത്രി അവൻ പുറത്തു പോവില്ല. പുറത്തുനിന്ന് ആരാകത്തേക്ക് കയറുകയുമില്ല. അതുപോലെ തൽക്കാലം എനിക്കത് മതി. ആ കുട്ടിക്കറിയാം. എന്തിനാണ് രാമൻ ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്നത്? ഈ 10ാം ക്ലാസ്സുകാരൻ വിഡ്ഢിയാക്കില്ല എന്നെ. സംഗതി ഞാൻ ഫ്രോഡാ, ക്രിമിനലാ. പക്ഷേ അതിൽ ഞാൻ അഭിമാനം കൊണ്ടിരുന്നു. എന്നിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ. അതെ, നിങ്ങളിപ്പോ ഗ്രൗണ്ട് ലെവൽ സെർച്ചാണ് നടത്തിയത്. അതായത് ക്രിമിനൽ ചെയ്യുമാറ്റിൽ താഴോട്ട് നോക്കി, നിങ്ങള് മുകളിലോട്ട് നോക്കിയോ? എന്താ നീ പറയുന്നത്? നിങ്ങള് ട്രീ ശ്രദ്ധിച്ചോ? ഇല്ല. ഒരു മരം മുകളിൽ, ഒരു മരപ്പൊത്തിൽ, ഒരു തെങ്ങിന്റെ മുകളിൽ. എക്സാക്ട്ലി, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊഴികെയില്ല, അതൊഴികെ. എങ്ങോട്ടാ? എനിക്ക് കുട്ടിക്കൃഷ്ണനെ ഒന്ന് കാണണം. ഇപ്പൊ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഞാനേ ഒരു വക്കീലാണ്. ഇത് ACP ഓർഡറാ, അതുകൊണ്ടാ. ഓ, എന്താ കാര്യം? എന്താ കാര്യം ഞാൻ പറയാം. ഇതുവഴിയേ
എന്റെ അനുവാദമില്ലാതെ ആരും കടന്നു പോകരുതെന്ന് ACPയുടെ ഓർഡർ ഉണ്ട്. അത് ശരി. കാരണം കുട്ടിക്കൃഷ്ണൻ ഗുണ്ടകളുമായിട്ട് എന്നെ കൊല്ലാൻ വരുമെന്ന് അജ്ഞാത ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങ് ACP അറിയിച്ചു. ACP എനിക്കിപ്പോ കാവലിട്ടിരിക്കുക. വഴി നടപ്പെന്നൊക്കെ പറയുന്നത് സിവിൽ മാറ്റർ അല്ലേ? അതിൽ പോലീസിനെന്താ കാര്യം? അതെ, അത് സാറ് നാളെ അങ്ങ് കോടതി പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ അങ്ങ് മാറും. നിങ്ങളിത് സംസാരിക്കണ്ട. നാളെ 8 മണിയാകുമ്പോൾ സാറ് വരും. ആ, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. ഞാനൊന്ന് കുട്ടികൃഷ്ണനെ വിളിക്കട്ടെ. വിളിച്ചോ. കുട്ടികൃഷ്ണ, എന്താ പ്രശ്നം? എന്താ കുട്ടികൃഷ്ണ? ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, ടാപ്പ് ചെയ്യുന്നുണ്ടാവും. ഓ, അത് ശരി. അതാണ് പ്രശ്നമല്ലേ? സർ, അവൻ അവന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ മൂവ്. ഇതവന്റെ അവസാനത്തെ മൂവ്.